Your attention please. Train number 17229 Trivandrum Secunderabad Shabari Express via Palakkad will arrive shortly on platform number 1. ഞാൻ ആദ്യമൊക്കെ ചെറിയ വണ്ടികളൊക്കെയാണ് ചെയ്തത് മിനിയേച്ചറായിട്ട് ചെയ്തത് ലോറി, ബസ്, താജ്മഹൽ, പിന്നെ ഒരു ബൊലേറോ, പോലീസ് ബൊലേറോ, പിന്നെ ഒരു ഗൾഫ് എയർ ഫ്ലൈറ്റ്, പിന്നെ വാഴക്കൊല, ഹൗസ് ബോട്ട്, പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ചെയ്തതാണ്. ശബരി എക്സ്പ്രസ് പണിത ആളുകളെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഏറ്റുമാനൂരിനടുത്ത് പേരൂരിലുള്ള സന്തോഷ് വീട്ടുമുറ്റത്ത് ശബരി എക്സ്പ്രസിൻ്റെ മാതൃക തീർത്തിട്ടുള്ളത്. കുറച്ചൊന്നുമല്ല കേട്ടോ, ഒരു വർഷം നീണ്ട അധ്വാനത്തിനൊടുവിലാണ് ഒറിജിനലിനെ വെല്ലുന്ന പൊളി സാധനം വീട്ടുമുറ്റത്ത് തടിയിലുയർത്തിയ ട്രാക്കിൽ തയ്യാറാക്കിയത്. ഒരു വർഷത്തോളം എടുത്തു. കഴിഞ്ഞ ആഗസ്റ്റിലാണ് തുടങ്ങിയത്. ഈ ആഗസ്റ്റ് ആയപ്പോഴാണ് തീർന്നത്. ആദ്യമൊക്കെ ഇതിൻ്റെ ബോഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഈ വീലിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആദ്യമൊന്നും അതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നും കിട്ടിയില്ല. പിന്നെ അങ്ങ് ചെയ്ത് തുടങ്ങി. പിന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ എളുപ്പമായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിവുഡ്, ACP, ഫോം ഷീറ്റ്, പിന്നെ വിൻഡോയുടെയൊക്കെ ഈ കമ്പികളൊക്കെ വെൽഡിംഗ് റാഡ്, പിന്നെ ഗമ്മായിട്ട് ഫ്ലെക്സിക്ക്, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ശബരി എക്സ്പ്രസിന് തനി പകർപ്പാണ് വീട്ടിൽ സന്തോഷ് ഉണ്ടാക്കിയത്. ആളുകളിരിക്കുന്ന സീറ്റുകളും ശുചിമുറികൾ പോലും ഈ തീവണ്ടിക്കുള്ളിൽ സന്തോഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. എഞ്ചിനും 5 ബോഗികളും ചേർന്ന് 15 അടി നീളത്തിലാണ് തീവണ്ടിയുടെ മാതൃക ഒരുക്കിയത്. താനെ ഓടുന്ന രീതിയിലായിരുന്നു ആദ്യം സെറ്റാക്കിയത്. ഇടയ്ക്ക് പെയ്ത മഴയിൽ ഈ സംവിധാനം പണിമുടക്കി. പോക്കറ്റ് കാലി ആയതുകൊണ്ട് തൽക്കാലം തീവണ്ടിയുടെ തകരാറ് പരിഹരിക്കാൻ പദ്ധതിയില്ല. സാധനങ്ങളുടെ വില നോക്കിയാൽ വലിയ ചിലവില്ല. പക്ഷേ തൻ്റെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം അങ്ങനങ്ങ് വിറ്റ് കാശാക്കാനും ഈ കരകൗശലക്കാരൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇതിനകത്ത് രൂപ ചിലവാക്കിയതിൻ്റെ അല്ല, ഇതിനകത്ത് നമ്മുടെ മെനക്കേടാണ് അത് മെയിനായിട്ട്. ഇതിനകത്ത് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോം ഷീറ്റൊക്കെ ഇതെല്ലാം ചെറിയ ഐറ്റംസ് ആയതുകൊണ്ട് ഇതിനകത്ത് കാര്യമായിട്ട് വലിയ പണച്ചിലവില്ല. ഒരു 3000 രൂപയോളമൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മെനക്കേടാണ്. ഇത് നമ്മൾ കഷ്ടപ്പെട്ടതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മുടെ മാസ്റ്റർ പീസായിട്ട് ചെയ്ത വർക്കാണ്. ഇത് നമ്മൾ എത്ര വില കിട്ടിയാലും ഇത് മുതലാകത്തില്ല. കാരണം നമ്മൾ അതുപോലെ ഇതിന് മെനക്കെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലം മൊത്തം ഒരു 2-3 മാസത്തോളം ഇവിടെ ലോക്ക്ഡൗൺ അല്ലായിരുന്നു. ആ സമയത്തെല്ലാം ഇതിൻ്റെ വർക്കായിരുന്നു. അങ്ങനെ എത്ര വില കിട്ടിയാലും നമുക്കിത് മുതലാകത്തില്ല. ശാസ്ത്രീയമായി വരയ്ക്കാൻ പഠിച്ചിട്ടുള്ള സന്തോഷ് കുഞ്ഞൻ മാതൃകൾ സൃഷ്ടിച്ച് അത്യാവശ്യം പേരും പെരുമയും ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില മാതൃകകൾ ചൂടപ്പം പോലെ വിറ്റുപോയിട്ടുമുണ്ട്. ഉദാഹരണം ബൊലേറയുടെ പോലീസ് ജീപ്പും ലോറിയും ബസ്സുമെല്ലാം. കണ്ടാൽ ഇതൊക്കെ സ്വന്തമാക്കാൻ ആരും കൊതികുത്തുന്ന രീതിയിലാണ് സന്തോഷിന്റെ നിർമ്മാണം. എന്തുണ്ടാക്കിയാലും അത് പൂർണ്ണതയിലാകണമെന്നാണ് ഈ പെയിന്റിംഗ് കലാകാരന്റെ പക്ഷം. കോട്ടയം ഏറ്റുമാനൂരിൽ നിറം ആർട്സ് ആൻഡ് സ്റ്റിക്കർ എന്ന സ്ഥാപനമാണ് ഉപജീവനത്തിലുള്ള സന്തോഷിന്റെ പ്രധാന സ്രോതസ്. ലോക്ക്ഡൗണും കോവിഡും നില മോശമാക്കിയിട്ടുണ്ടെന്ന് സന്തോഷ് പറയുന്നു. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. ഉപജീവനം എനിക്കൊരു ചെറിയൊരു സംരംഭമുണ്ട്. സ്റ്റിക്കർ വർക്കാണ്. നമ്പർ പ്ലേറ്റ് ബോർഡുകൾ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് എനിക്ക്. പിന്നെ പോർട്രേറ്റ് വരച്ചു കൊടുക്കും. എല്ലാത്തരം പെയിൻറ്റിങ്ങുകളും ചെയ്യും. ഇനി വിറ്റു പോകാനുള്ളത് വീടിനകത്തിരിക്കുന്ന ടൈറ്റാനിക്കും വഞ്ചി വീടുമാണ്. പിന്നെ ചില ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമുണ്ട്. പക്ഷേ സന്തോഷവരാണ്, ഹാപ്പിയാണ്. താൻ ഒരുപാട് യാത്ര ചെയ്ത തീവണ്ടി സ്വന്തമാക്കിയതിൻ്റെയും അത് കാണാനെത്തുന്നവരും പറയുന്ന നല്ല വാക്കുകളിലും. പൂമുത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇളറല്ലേ മണിമുത്തേ കൺമണി,
ഏറ്റുമാനൂരിൽ കൂടി ഓടുന്ന ശബരി എക്സ്പ്രസിനെ സ്വന്തം വീട്ടുമുറ്റത്ത് എത്തിച്ചിരിക്കുകയാണ് സന്തോഷ് പേരൂർ. നമുക്ക് സന്തോഷിനെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യാം. ഏറ്റുമാനൂരിൽ നിന്നും ഐപ്പു വള്ളികാടൻ. നമസ്കാരം. ആഴിത്തീരമാല പോലെ കാത്തു നിന്നേൽക്കാൻ